60 മില്ലി 100 ലിറ്ററിൽ ഒരു 60 മില്ലി ചേർക്കാൻ പറയുന്ന സാധനത്തിന് പിന്നെ കടക്കാരൻ ഓൾറെഡി കൂട്ടി പറയും. അപ്പോൾ ഒരു ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന ഉപയോഗമുണ്ട്, ഇന്ന നെഗറ്റീവ് ഉണ്ട്, ഇന്ന പോസിറ്റീവ് ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അതിൻ്റെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയുന്നു, അതിങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നു, ഇത്ര നാൾ ഇടവിട്ട് ഉപയോഗിക്കാമെന്ന്. നമ്മൾ കുറച്ചും കൂടി ഇരുത്തി ചിന്തിക്കുക. അത് ഈ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എല്ലാവർക്കും ഇട്ടുകൊണ്ട് ചെണ്ട കൂട്ടാനുള്ള ആൾക്കാരല്ല. അതെ, 20 ദിവസം ആണെങ്കിൽ 20 ദിവസത്തിന് ശേഷമാണത് ന്യൂട്രലായി പോകുന്നതാണോ? 20 ദിവസം കൊണ്ട് അതിൻ്റെ ആ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ജൈവജാലങ്ങൾക്ക് ദോഷമുള്ള ആ ഒരു വിഷാംശം ന്യൂട്രലായി പോകും. അതുവരെ വിഷം അതിലുണ്ട്. ഹോട്ടലിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ സൈറ്റിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, ഉപയോഗിക്കാൻ പറയുന്ന ഡൈല്യൂഷൻ റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കെമിക്കലുകളും ഈ ഫിപ്രോനിൽ പോലുള്ള കെമിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടുവരപ്പിനും ഈ ട്രിപ്സിനും നല്ല റിസൾട്ടാണ്. പക്ഷെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഒരു തേനീച്ച കൂടുണ്ടെങ്കിൽ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നിടത്തുനിന്ന് നമ്മുടെ ഈ 15 എന്നുള്ളൊരു 10 കായ കയറി പോകണമെങ്കിൽ 1000 കിലോയുടെ കാര്യത്തിലും വിലവര മാറി. വളക്കടയിൽ ചെന്ന് കയറി നിന്നു. നമ്മൾ സാധനം മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എൻ്റെ കായ്ക്ക് അവിടെ ഇതിവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു 500 to 700 രൂപയ്ക്ക് മേടിക്കേണ്ട പർച്ചേസ് 7500 രൂപയ്ക്ക് താഴെ പോരില്ല എന്നുള്ളത് ഷുവർ. ഞാൻ പറയണേ, കർഷകൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കുഞ്ഞു നിൽക്കേണ്ട മനുഷ്യരൊന്നും അല്ല, പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷാജി സാറിനോടൊപ്പമാണുള്ളത്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമ്മുടെ കീടനാശിനികളെ പറ്റിയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്, എങ്ങനെ ഉപയോഗിക്കും എന്നതിനെ പറ്റിയൊക്കെയാണ്. നമസ്കാരം സാർ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ്. ഇപ്പോൾ റെഡ് കാറ്റഗറി പെട്ടതുണ്ട്, ഗ്രീൻ കാറ്റഗറി, ബ്ലൂ കാറ്റഗറി, അങ്ങനെ പലതായിട്ടും പെസ്റ്റിസൈഡ്സിന് നമ്മുടെ കീടനാശിനികളെ ഗവൺമെൻറ് തരംതിരിച്ചിട്ടുണ്ട്. അത് എങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കണം, നമ്മുടെ ഏലത്തിൻ്റെ കേസാണെങ്കിൽ കൂടി ഏലക്ക കയറ്റുമതി ചെയ്യപ്പെട്ടു പോയി തിരിച്ചു വന്നു, ഇതെല്ലാം ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു കീടനാശിനിയുടെ ഉപയോഗമാണെന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളൂ. അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാറേ, ഇപ്പോൾ നമുക്ക് റെഡ് കാറ്റഗറി പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതിനകത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കാറ്റഗറി നോക്കിയല്ല നമ്മളതിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അത് എത്തേണ്ടതെന്ന് പറഞ്ഞാൽ റെഡ് ആണെങ്കിലും 4 കാറ്റഗറിയാണ്: റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ഈ 4 കാറ്റഗറിയാണ് ഇപ്പോൾ തരംതിരിവ് വന്നിരുന്നത്. ഇതിനകത്ത് ഏത് കാറ്റഗറി ആണെങ്കിലും അതിനൊരു നിശ്ചിത വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ വിഷാംശം നമ്മളവിടെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിളവെടുക്കുന്നതിന് ഇത്ര ദിവസത്തിന് ശേഷമേ എടുക്കാവൂ എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സൗകര്യത്തിനെ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു സംഗതി പാളി. കാരണം നമ്മൾ ആ ഒരു ഈ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാൽ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനകത്തൊരു നെഗറ്റീവ് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. തന്നെയല്ല, പൂർണ്ണമായിട്ട് ജൈവകൃഷിയിലേക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ആദായകരമായിട്ട് ഏലം കൃഷിയും കൊണ്ട് മുമ്പോട്ട് പോക്ക് അത്ര പ്രായോഗികമൊന്നുമല്ല. ലാഭകരമെന്നൊക്കെ പലരും പറയുമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള കുറേ ഘടകളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളാണ് ഞാൻ. അതുപോട്ടെ, ഇതിനകത്ത് ചെയ്യേണ്ടത് ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു റെഡ് കാറ്റഗറി റെഡ് ട്രയാങ്കിൾ ഒരു മരുന്നൊക്കെ വരുന്നത് ഞങ്ങളുടെ പലതും പണ്ടൊക്കെ നേരത്തെ നിരോധിച്ച് പോയിട്ട് ഇപ്പോൾ ഈ മോണോ ക്രോട്ടോഫോസ് പോലുള്ള സാധനങ്ങളൊക്കെ വീണ്ടും അലോട്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. അതിന് പോലും നമുക്കൊരു 18 to 20 ദിവസമാണ് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുള്ളത്. ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മരുന്ന് അടിച്ചതിന് ശേഷം 20 ദിവസം ആണെങ്കിൽ 20 ദിവസത്തിന് ശേഷമാണത് ന്യൂട്രലായി പോകുന്നതാണോ? 20 ദിവസം കൊണ്ട് അതിൻ്റെ ആ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ജൈവജാലങ്ങൾക്ക് ദോഷമുള്ള ആ ഒരു വിഷാംശം ന്യൂട്രലായി പോകും. അതുവരെ വിഷം അതിലുണ്ട്. അതിനുള്ളിൽ നമ്മളത് വിളവെടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കയറ്റുമതി ചെയ്താലും അതിനകത്ത് അതിൻ്റെ കണ്ടന്റ് പെർമിറ്റഡായ അളവിൽ കൂടുതലുണ്ടാവും. അതാണല്ലേ ഈ നമ്മൾ ഓടിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മരുന്നടിക്കുന്നു, പിറ്റേ ദിവസം കായ എടുക്കാൻ ആളെ കിട്ടിയാൽ നമ്മൾ എടുക്കുന്നു. സൗകര്യം നോക്കി ചെയ്ത് പോയി കഴിഞ്ഞാലാണ് ഈ പണി കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരാൾ അശ്രദ്ധമായി ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടില്ലായിരിക്കും, ഒരു 15 കിലോ അല്ലെങ്കിൽ 20 കിലോ കായായിരിക്കും ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടു കൊടുക്കുന്നത്. പക്ഷേ ഒരു 500 കിലോയുടെ അല്ലെങ്കിൽ 1000 കിലോ ലോട്ടിലേക്ക് ഈ 15 കിലോ ആഡ് ചെയ്തു കയറിപ്പോയിട്ട് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നിടത്തുനിന്ന് നമ്മുടെ ഈ 15 എന്നുള്ളൊരു 10 കായ കയറി പോകണമെങ്കിൽ 1000 കിലോയുടെ കാര്യത്തിലും വിലവര മാറി. അപ്പം അതുകൊണ്ട് ഒരാളെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ഇടുക്കി ജില്ല എന്നല്ല, ഏലം കർഷകരെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളും തന്നെ. ഇത് പലപ്പോഴും മനഃപൂർവ്വമായിരിക്കില്ല. നമ്മളിപ്പോൾ ഗവൺമെന്റിനെ സഹകരം ഒരുപാട് പേര് വിമർശിക്കുന്നു, എന്തുകൊണ്ട് കയറ്റി തിരിച്ചു വന്നു അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ഒരു കാരണമാണ് വിഷം ഈ കായൽ നിൽക്കാൻ കാരണം.
നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. അതിന് ഗവൺമെന്റിന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഗവൺമെന്റ് ഒരു പ്രോഡക്റ്റ് അവരതിനെ ദീർഘകാലമായിട്ടുള്ള പഠനവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അത് ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന ഉപയോഗമുണ്ട്, ഇന്ന നെഗറ്റീവ് ഉണ്ട്, ഇന്ന പോസിറ്റീവ് ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അതിൻ്റെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയുന്നു, അതിങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നു, ഇത്ര നാൾ ഇടവിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യെ പിടിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമായ സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർഷകർ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നുള്ളൊരു ചെറിയ കൈപ്പിഴ മതി നമ്മൾ മൊത്തത്തിൽ ചീത്തപ്പേര്. ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു മിസ്റ്റേക്ക്. കാരണം സത്യം പറഞ്ഞാണെങ്കിൽ നമ്മൾ കായ എടുത്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ മരുന്നടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കുഴപ്പമില്ല. അപ്പോൾ എന്നു വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇത് ഈ ഒരു റൊട്ടീൻ ചെയ്ത് വന്ന് ശീലിച്ച് ഞങ്ങളുടെ കൃത്യമാണ്, കുഴപ്പമില്ല. അതായത് ഒരു 45 to 60 ദിവസത്തിനുള്ളിൽ അടുത്ത റൗണ്ട് കായെടുപ്പ് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കായെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു പെസ്റ്റിസൈഡ് ഫംഗിസൈഡ് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അടുത്ത കായെടുപ്പിന് ഒരു 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം കഴിഞ്ഞ് ഫ്രീ ആകാനുള്ളൊരു സമയം കൂടി കൊടുക്കുക. അപ്പോൾ അടുത്ത റൗണ്ട് കായെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ആ 20 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ഒരു കായെടുപ്പ് ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരു 27 ദിവസം കൊണ്ട് അടുത്ത റൗണ്ട് നമുക്ക് പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാം. അതാണ് ഈ ഒരു ഇപ്പം സാധാരണക്കാർ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരു 20 ദിവസം 25 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ദോഷമല്ലേ, ഈ വെയിറ്റിംഗ് പീരീഡ് കിട്ടുന്നില്ലല്ലോ. അല്ല, വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ റെഡ് ട്രയാങ്കിൾ മരുന്നൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ളൂ ഈ 18 ദിവസമൊക്കെ മാക്സിമം വരുന്നത്. അത് കൂടുതലും ഇൻസെക്ടിസൈഡുകൾക്കൊന്നും അങ്ങനെ അത്രയും ലോങ് ടൈം വെയിറ്റിംഗ് പീരീഡ് ഇല്ലതാനും. പെസ്റ്റിസൈഡുകൾക്കൊക്കെയാണ്, അതും 12 to 15 ദിവസമൊക്കെ ഉള്ളൂ വെയിറ്റിംഗ് പീരീഡുകൾ. അത് നോക്കുക. അതിനകത്ത് ആ കറക്റ്റ് ബോട്ടിലിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ സൈറ്റിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, ഉപയോഗിക്കാൻ പറയുന്ന ഡൈല്യൂഷൻ റേറ്റ് ഉണ്ട്. അതിന് ഈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക ലാഭം മാത്രം ആലോചിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഒരു 60 മില്ലി 100 ലിറ്ററിൽ ഒരു 60 മില്ലി ചേർക്കാൻ പറയുന്ന സാധനത്തിന് പിന്നെ കടക്കാരൻ ഓൾറെഡി കൂട്ടി പറയും. അപ്പോൾ ഒരു ബോട്ടിൽ നോക്കി നമുക്കറിയാലോ. അല്ല, അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ ഇതിന് വന്നിട്ട് ഒരാഴ്ചയും കൂടി കൂടുതൽ ഗ്യാപ്പ് കിട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊരു ഇത്തിരി കൂടുതലും കൂടി ഒഴിക്കും. അത് മണ്ടത്തരമാണ്, ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി ഇരുത്തി ചിന്തിക്കുക. അത് ഈ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എല്ലാവർക്കും ഇട്ടുകൊണ്ട് ചെണ്ട കൂട്ടാനുള്ള ആൾക്കാരല്ല. വ്യക്തമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നൊരു സാധനത്തിന് അതിന് നെഗറ്റീവ് ഇല്ല എന്ന് എനിക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് ആരും ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു വളക്കടയിൽ ചെന്ന് കയറി നിന്നു, നമ്മൾ സാധനം മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എൻ്റെ കായ്ക്ക് അവിടെ അത് ഇതിവിടെ ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 500 to 700 രൂപയ്ക്ക് മേടിക്കേണ്ട പർച്ചേസ് 7500 രൂപയ്ക്ക് താഴെ പോരില്ല എന്നുള്ളത് ഷുവർ. ഞാൻ പറയണേ, കർഷകൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കുഞ്ഞു നിൽക്കേണ്ട മനുഷ്യരൊന്നും അല്ല, പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ. അതെ, പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന കായാണെങ്കിൽ കട കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് വില നിശ്ചയിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ റെഡ് കാറ്റഗറി നമ്മൾ ഏകദേശം മനസ്സിലായി. പിന്നെ ഈ യെല്ലോ ബ്ലൂ ഇങ്ങനെ എന്തിൻ്റെ ബേസിലാണ് തിരിച്ചത്? അത് ഇതിൻ്റെ ഈ വെയിറ്റിംഗ് പീരീഡും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസ് വെച്ചിട്ടാണ് ഇത് വന്നേക്കുന്നത്. ആ വെയിറ്റിംഗ് പീരീഡ് എല്ലാം കറക്റ്റ് അതിലുണ്ടാവുമല്ലോ, അതിനകത്തുണ്ടാവും. പിന്നെ ഈ ഗ്രീൻ ട്രയാങ്കിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യമില്ല. അതൊരു രീതിയിലും ദോഷകരമായിട്ട് മറ്റേ മനുഷ്യന് മറ്റ് ജീവിജാലങ്ങൾക്കും ദോഷം ഇല്ല എന്നുള്ളതാണ് ഈ ഗ്രീൻ ട്രയാങ്കിളൊക്കെ വരുമ്പോഴത്തേക്കും. അതിൻ്റെ ബേസിക് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് പെസ്റ്റിനെ അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ എയിം ചെയ്യുന്നു അതിന് മാത്രമേ അതിൻ്റെ ജനിതക പ്രത്യേകതകൾ പഠിച്ചിട്ട് അവിടെ ഒരു കൊളാപ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ, അതായത് ഇക്കിളി ഇടുന്ന ഒരു പരിപാടി. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു റെഡ് ട്രയാങ്കിൾ മരുന്ന് നമ്മളൊരു തണ്ടുവരപ്പം പുഴുവിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിനപ്പം തന്നെ ഒന്ന് പടച്ചു ഒന്ന് ചക്രശ്വാസം വലിച്ചു അങ്ങ് ചത്തു. ഗ്രീൻ ട്രയാങ്കിൾ മരുന്നാണ് ഇവൻ്റെ മേത്ത് അടിക്കണമെങ്കിൽ ഇവൻ അവിടെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തുള്ളി കളിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് അങ്ങ് പോണേ കാണുന്നത്. അതാണ് ഈ കോണ്ടാക്ട് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അല്ല, ഈ ഗ്രീൻ ട്രയാങ്കിൾ വർക്ക് ചെയ്യുന്നത് ഇവൻ്റെ ജീനലാണ്. ഇവൻ്റെ ജീനയിലേക്ക് കയറി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പഠിച്ചിട്ട് അതിനെ തകിടം മറിക്കുന്ന ഒരു പുറമേ നിന്നുള്ളൊരു ഇൻ്റർഫിയറൻസാണ് കാണിക്കുന്നത് ഈ ഗ്രീൻ ട്രയാങ്കിൾ. പിന്നെ സംഭവിക്കുന്നത് ഇവൻ്റെ ശരീരത്തേക്ക് മരുന്ന് അങ്ങ് കയറി ചെന്ന് കഴിയുമ്പോൾ ഇവന് സ്വാഭാവികമായി വിശപ്പില്ലായ്മ, കോശങ്ങളുടെ വളർച്ച അങ്ങ് കുറയുന്നു, പ്രജനനശേഷി അങ്ങ് പോകുന്നു, മുട്ടയിടാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ഒറ്റയടിക്ക് ഇവനെ നമ്മളൊന്നും കാണുന്നില്ല. 800 രൂപ 900 രൂപ മുടക്കി ഞാൻ ഒരു ബാരൽ മരുന്ന് കലക്കിയിട്ട് അടിച്ചതാണ്. ആ സാധനം എപ്പോഴും അതിൽ തുള്ളി കളിച്ച് നടക്കുക. എന്തിന് കാശ് കൊണ്ട് കളഞ്ഞെന്ന് ചോദിക്കും. പക്ഷേ അവനൊരു 3 തലമുറയും കൊണ്ട് പോയേക്കുന്നെന്നുള്ളത് ഈ അടിച്ചവനും അറിയില്ല. ഏലക്കായ്ക്ക് ഒരു 4000 രൂപ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു 1000 രൂപയുടെ കൂടുതലുള്ള മരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരാൻ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടല്ല ഇവരാരും
ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഇങ്ങനെയാണ് ഒരു ബെനിഫിറ്റ്. പക്ഷെ ഒറ്റയടിക്ക് റിസൾട്ട് ഇല്ലെങ്കിലും അത് ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ ഈ സഡൻ റിസൾട്ട് അല്ല, അവനത് ലോങ് ടൈമിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അവനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ അതിൽ പറഞ്ഞു നടക്കുന്ന ഒരു തേനീച്ചയുടെ പുറത്ത് വീണിട്ടുണ്ടെങ്കിൽ അവനെ ബാധിക്കുന്നേ ഇല്ല. എന്നാൽ ഇപ്പം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കെമിക്കലുകളും ഈ ഫിപ്രോനിൽ പോലുള്ള കെമിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവരപ്പിനും ഈ ട്രിപ്സിനും നല്ല റിസൾട്ടാണ്. പക്ഷെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഒരു തേനീച്ച കൂടെ ഉണ്ടെങ്കിൽ അവനും കൂടി തീരും. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എയർ ഡിസ്റ്റൻസാണ്. അപ്പം നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ആരും ബേസിക്കലി അതൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നമുക്കൊന്നും ഗുണമില്ല, വിലയില്ല, കാര്യങ്ങളില്ല എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അപ്പം നമ്മൾ ഇനി 4 കാറ്റഗറിയിലുള്ള മരുന്ന് കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊന്ന് സാറൊന്ന് പരിചയപ്പെടുത്തി തരണം. ഇപ്പോൾ നമ്മൾ 4 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ ട്രയാങ്കിൾ, ഏറ്റവും നമുക്ക് പ്രകൃതിക്കും മനുഷ്യനും ദോഷകരം അല്ലാത്ത മാക്സിമം ദോഷം കുറഞ്ഞ ഐറ്റം. അതിന് തൊട്ട് മുകളിലാണ് ബ്ലൂ ട്രയാങ്കിൾ, അതിന് തൊട്ട് മുകളിലാണ് യെല്ലോ ട്രയാങ്കിൾ. അത് ഏറ്റവും ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ദോഷകരമായ സാധനമാണ് റെഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഇതിനനുസരിച്ച് വെയിറ്റിംഗ് പീരീഡ് വ്യത്യാസങ്ങൾ വരും. അതെല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇടക്കാലം കൊണ്ട് നിരോധിച്ച് പോയിട്ട് വീണ്ടും പെർമിറ്റഡായി വന്നേക്കുന്ന മോണോക്രോട്ടോഫോസ് എന്ന് പറയുന്ന കെമിക്കലാണിത്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്, ലാംഡ സൈക്ലോത്രിൻ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും ഈ യെല്ലോ ട്രയാങ്കിളിലുള്ള സാധാ നമ്മുടെ കരാട്ടെ എന്ന് പറയുന്ന സാധനം കെമിക്കലാണിത്. ഇതിപ്പോൾ നമ്മൾ ബ്ലൂ ട്രയാങ്കിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് കളനാശിനി, അതായത് ഹെർബിസൈഡാണ് ഇത് ബ്ലൂ ട്രയാങ്കിൾ വരുന്നത്. ഇതൊരു ടോണിക്കിൻ്റെ കണ്ടൻറ്റാണ്. അതൊരു ഗ്രീൻ ട്രയാങ്കിളാണ്. നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. ട്രയാ കണ്ടനുള്ള വേരിൻ്റെ സ്റ്റിമുലൈസിങ്ങൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു ടോണിക്കാണിത്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മളതിൻ്റെ വകഭേദങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനായിട്ട് കാണിച്ചു. ഈ കളനാശിനി, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി മണ്ണിലേക്ക്, അത് ചെടികൾക്ക് നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയല്ലേ, അന്നേരത്തെ മണ്ണിലേക്കും കൂടി ഇറങ്ങിച്ചെന്നല്ലേ എൻ്റെ ആക്ഷൻ നടക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യഫലം കൂടി ഒന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 1-2 കാര്യങ്ങൾ കൂടി വന്നേക്കുന്നത്, നെല്ലിൽ അടിക്കാനൊക്കെ ആയിട്ട് പുതിയ തരം കളനാശിനി വന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് ഹെർബിസൈഡ് ഐറ്റം തന്നെ. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പുള്ളടത്ത് നമ്മൾ ചുമ്മാ വേരയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചിട്ട് കാര്യമില്ല, ഹരിതകമുള്ളടത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ച് ഇതിന് മൊത്തത്തിലുള്ള വേരിൽ വരെ ഇത് അന്തർവ്യാപന ശേഷിയോട് കൂടി ചെന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അങ്ങ് കഴിഞ്ഞ് ഇത് പഴുത്ത് ഉണങ്ങി അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യാപകമായിട്ട് ഇപ്പോൾ ഒരു കളനാശിനി അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ ഒരു ഘടന തന്നെ ഈ വേരിലാണല്ലോ പിടിച്ചേക്കുന്നത്. അത് പിടുത്തം വിട്ടുപോകില്ലേ? പിടുത്തം വിട്ടിട്ട് ഒത്തിരി കനത്ത തൊഴിൽ മണ്ണൊലിപ്പുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കൈക്കള എടുത്തു, അല്ലെങ്കിൽ ഒന്ന് വീശിക്കളഞ്ഞു, ഒന്ന് തൂമ്പയ്ക്ക് ചെത്തി, ഇത്രയൊക്കെ ചെയ്താൽ പോലും നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ആ ഏരിയ മാത്രമേ ഡാമേജ് ആയിട്ടങ്ങ് പോകുന്നുള്ളൂ. ബാക്കി മണ്ണിനടിയിലുള്ള ആ ഒരു പിടുത്തം, വേര് പിടുത്തം, ആ ഒരു പ്രതല ബലം അത് കൊടുക്കുന്നുണ്ട്. ആ സാധനമെല്ലാം ഇത് നശിപ്പിച്ച് കളയും. ഈ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ പറയുന്നത് ഈ പുല്ല് നട്ടുപിടിപ്പിക്കാൻ തന്നെ ഈ സർക്കാരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണല്ലേ. പക്ഷെ നമ്മുടെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഏലത്തോട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നടവഴികൾ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ഏരിയ കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വഴികളില്ലാതെ പറ്റില്ല. അത്യാവശ്യം വണ്ടി ഓടുന്ന വഴികളും വെയിലേറ് നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നിടത്ത് എന്ത് കാണിച്ചാലും കള കയറും. അവിടെ നമ്മൾ ആളെ നിർത്തി മാനേജ് ചെയ്യുന്നതിലും സുഖം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമുക്കത് വലിയ ദോഷകരമല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാം. ഇത് നമ്മുടെ ആവശ്യം. പക്ഷേ ഒരു കൂട്ടം ഒരു കർഷകർ ചിലർ ചെയ്യുന്നുണ്ട്. ഈയിടെ കിട്ടിയ ഒരു അറിവായിരുന്നു, നമ്മൾ ഈ കള ചെത്തിക്കളയുന്നതിന് പോലെ ഏലത്തിനകത്തോടെ സ്പ്രേ ചെയ്ത് വിടുന്നത്. അപ്പോൾ അതൊക്കെ വ്യാപകമായിട്ട് ദൂഷ്യമല്ലേ? അത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിതമായ തോതിൽ നല്ല രീതിയിൽ കൈത്തഴക്കത്തോടു കൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കത് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാം. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ചെടി അടക്കം പഴുത്തു പോകും. അതായത് നമ്മൾ നട്ടേക്കുന്ന ചെടി അടക്കം പഴുത്തു പോകും. പിന്നെ കൂടുതൽ കയറ്റവർക്കപ്പുറം ഉള്ളിടത്തും ഒറ്റപ്പെട്ട മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണൊലിച്ച് പോകുന്നിടത്തൊന്നും ഇത് കൊണ്ടേ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ തൊട്ട് പുറകെ ആക്സിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം. ഒത്തിരി കനത്തിന് മേൽമണ്ണ് പോരും. കാരണം പൊല്ലവേരുകളെല്ലാം തന്നെ ഇത് ഈ നമ്മളിപ്പോൾ കളനാശിനി അടിച്ച് പുല്ല് പഴുക്കുന്നതിനൊപ്പം തന്നെ വേരിൻ്റെ അഗ്രം വരെ അങ്ങോട്ട് ദ്രവിച്ചു പോകും. ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെയല്ലേ ഫംഗിസൈഡിനും? അതെ, ഫംഗിസൈഡിനും ഇത് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ ഒരുപാട് നന്ദി സാർ പറഞ്ഞതിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ഫംഗിസൈഡുകളുടെ ക്ലാസിഫിക്കേഷൻ, കാറ്റഗറി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, ഒരുപാട് ഫംഗസ് രോഗങ്ങളും അഴുകല ഫിസേറിയം പോലെയുള്ളതുണ്ട്. അതായിട്ട് മെയിൻ ടോപ്പിക് എടുത്ത് നമുക്കത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഒരുപാട് നന്ദി. ഓക്കെ.